നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ ഇന്ന് വളരെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 135 പോയിന്റ് സെൻസെക്സ്, 544 പോയിന്റും. സെൻസെക്സിന്റെ സ്പോട്ട് 76,809 എന്ന നിലയിലാണ്. നിഫ്റ്റി ആവട്ടെ 24,000 തൊട്ടില്ല എന്ന നിലയിൽ. ഇന്നലെ FIS പേരിനാണെങ്കിൽ കൂടിയും 200 കോടി രൂപയുടെ ഒരു ബൈയിങ് നടത്തി. കൂടാതെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ IT കമ്പനീസ് തിരികെ എത്തി. ഇന്ന് IT കമ്പനീസിൽ എസ്പെഷ്യലി HCL ടെക്കെല്ലാം തന്നെ 3.5% റാലി. ടാറ്റ കൺസ്യൂമറും NTPCയും ബജാജ് ഫിൻസർവും HULും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു 2% ഒരു റാലി നടത്തിയിരുന്നു. ഇനി ഡൗൺ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഗവൺമെൻറ് ഇവരുടെ ഓഫർ ഫോർ സെയിലിലൂടെ 7% ഇടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 7% ഗവൺമെൻറ് സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറി എന്നുള്ള ഒരു ന്യൂസാണുള്ളത്. അപ്പോൾ നിലവിലുള്ള LTPയുടെ താഴെയായിരുന്നു ഫ്ലോർ പ്രൈസ് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് സ്റ്റോക്ക് പ്രൈസ് ആ ഒരു ഓഫസിൻ്റെ പ്രൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുള്ളത്. മെറ്റൽ സ്റ്റോക്കുകളും ഇന്ന് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. നാൽക്കോ എല്ലാം തന്നെ, ഹിൻഡൽക്കോ എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട സ്റ്റോക്കുകളാണ്. JSW സ്റ്റീലും ഇന്ന് ഫോള് രേഖപ്പെടുത്തി. ഐഷർ മോട്ടോഴ്സും ഇന്ന് ഫോള് രേഖപ്പെടുത്തിയ കമ്പനീസിൽ പെടും. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $4,339 എന്ന നിലയിലാണ് നിൽക്കുന്നത്. സിൽവർ 70, ബിറ്റ്കോയിൻ 66,300, ബ്രന്റ് ഓയിൽ ഇന്നും ഫോളോ ചെയ്ത് 80 നാച്ചുറൽ ഗ്യാസ് 3.1. കൂടാതെ ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും പ്ലസിലാണ്. ഏഷ്യൻ മാർക്കറ്റ്, കോസ്പി, കൊറിയ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഇന്ത്യ വിക്സ് ഇന്ന് 7% ക്രാഷ് ചെയ്ത് 13-ലെത്തി. ജർമ്മൻ മാർക്കറ്റുകൾ ഏറ്റവും താഴെ കാണാം. ഡാക്സ്, CAC 40, FTSE, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. നിഫ്റ്റി അങ്ങനെ 24,000 ആയിരുന്നു നമ്മളത്തെ ഹയർ റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നത്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ഓപ്പൺ ഇൻട്രസ്റ്റ്. അങ്ങനെ 24,000 ആ റെസിസ്റ്റൻസ് തന്നെയായിട്ട് ആക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഒരു ശക്തിയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വളരെ നല്ല രീതിയിൽ മാർക്കറ്റിൽ റിയാക്ട് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ്, കറൻറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യാം. നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 24,000 സ്പോട്ടാണ്. 24,000 കോളും പുട്ടും ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രാഡിൽ ആളുകൾ പൊസിഷൻസ് എല്ലാം തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്കറ്റിനെ കൺസോളിഡേഷന് സൂചിപ്പിക്കുന്നു. PCR 1 മുകളിലാണ്. അതായത് കൂടുതൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. പിന്നെ 24,500 മേജർ റെസിസ്റ്റൻസ് സോണുകളായിട്ട് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇനി നമ്മൾ ഫർദറായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ഇന്ന് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. മൺഡേയുടെ ക്ലോസിങ് 94.71 നിലയിലാണ് ഉള്ളത്. കൂടാതെ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഓപ്പൺ ആകുന്നുള്ള ന്യൂസ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് അത് ഗുണം ചെയ്തു. കൂടാതെ ഖത്തർ പെട്രോളിയം അവരുടെ 50% LNG റീസ്റ്റോർഡ് ചെയ്യാനുള്ള ഒരു പദ്ധതികളെല്ലാം തന്നെ ഉണ്ട്. അതും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് ഗുണകരമാണ്. അപ്പോൾ ഇനി ഇത് സൈൻ ചെയ്യപ്പെടുന്നത് 19-ാം തീയതിയാണ്. 19th ഫ്രൈഡേ സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് ഇത് കരാറ് സൈൻ ചെയ്യപ്പെടുന്നത്. സൈൻ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് കൃത്യമായ ധാരണയിലേക്ക് വരുന്നത്? ഈ ശരിക്കും യുറേനിയം എൻറിച്ച്മെൻറ്റ് അവസാനിപ്പിക്കുമോ, അല്ലെങ്കിൽ ശരിക്കും ഈ US ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറാൻ്റെ $25 ബില്യൺ റിലീസാകുമോ, അല്ലെങ്കിൽ ശരിക്കും ലെബനാനിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങുമോ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഉണ്ട്. അതിനൊന്നും തന്നെ ക്ലാരിറ്റി ഇല്ല. വളരെ അടുത്ത് തന്നെ അതിൻ്റെ ക്ലാരിറ്റി എല്ലാം തന്നെ കിട്ടും എന്നാണ് നമ്മളുടെ മാർക്കറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇനി നമുക്ക് നമ്മളുടെ ഈ മാസം, അതായത് 27, 28 തീയതികളിൽ നമ്മൾ കൊച്ചിയിലും കോഴിക്കോടും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ബേസിക്കിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് വെച്ചിരിക്കുന്നുണ്ട്. ഫസ്റ്റ് കമ്പനിൽ നമ്പറുണ്ട്, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. കുറഞ്ഞ ഫീസിൽ നമുക്കിത് പഠിക്കാം. ഇനി വരാൻ പറ്റാത്ത ആളുകൾക്കും ഓൺലൈനും പഠിക്കാം. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് വേണമെങ്കിലും. ഫസ്റ്റ് കമ്പനിൽ നമ്പറുണ്ട്. നേരെ സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് പോകാം. HCL ടെക് ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത കമ്പനിയാണ്. ഇവർ പുതിയ ഒരു AI ബിസിനസ് ചെയ്യുന്ന സർവം കമ്പനിയുടെ സ്റ്റേക്ക് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. അരവിന്ദ് സ്മാർട്ട് സ്പേസ് കമ്പനി ഇന്ന് 10% റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. അഹമ്മദാബാദിൽ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് കമ്പനി ആരംഭിക്കുന്നു. ബുൻഡാൻ്റെ എഞ്ചിനീയറിംഗ് കമ്പനി, ഇവർക്ക് 1,338 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. വിപ്രോ ഒരു ക്ലൗഡ് സെൻറ്റർ ബാംഗ്ലൂരിൽ തുടങ്ങാനായിട്ട് ധാരണയായി. TCSും ഇവർ പ്രീമിയർ ലീഗിലെ ഒരു പ്രധാന ടീമായിട്ട് ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഓർക്കിഡ് ഫാർമ കമ്പനി, ഇവർ പുതിയ മെഡിസിൻ്റെ സെയിൽസ് പൊട്ടൻഷ്യൽ
അപ് ടു 2 ബില്യൺ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. സ്റ്റോക്ക് 10% റാലി രേഖപ്പെടുത്തി. നെയ്ക്ക ചാറ്റ് GPT ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. NBCCക്ക് ഒരു 20 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഡിക്സൺ ടെക് ഇവർ വിവോ ആയിട്ട് ജോയിൻറ്റ് വെഞ്ചർ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തേക്കാമെന്നുള്ള ന്യൂസുകളുണ്ട്. കിൽബേൺ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് പുതിയ കോൺട്രാക്റ്റ് കിട്ടി 70 കോടി രൂപയുടെ ഓർഡർ. HEC ഇൻഫ്രാ പ്രൊജക്റ്റ് കമ്പനിക്ക് പുതിയൊരു കോൺട്രാക്റ്റ് കിട്ടി 35 കോടി രൂപയുടെ. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡൊമസ്റ്റിക് സെയിൽസിലെല്ലാം തന്നെ അവർ വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടാകുമെന്നാണ് എക്സ്പെക്റ്റേഷൻ. വെൽസ്പെൻ ലിവിങ് കമ്പനിയുടെ ഫില്ലോ മാനുഫാക്ചറിങ് യൂണിറ്റ് അതിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. അദാനി പോർട്ട് ഇവർ $850 മില്യൺ ഇവരുടെ ടെക് മേഖലയിൽ നിന്ന് കമ്പനി എയിം ചെയ്യുന്നത്. ഇനോക്സ് വിൻഡ് കമ്പനി 3.5 ഗിഗാവാട്ടിൻ്റെ പുതിയ ഇവരുടെ ഒരു പ്ലാന്റ് കമ്പനി ഇനാഗുറേറ്റ് ചെയ്തു. റൈറ്റ് ഗെയിൻ ട്രാവൽ ടെക് കമ്പനി ഇവർ ഡിറ്റോ എൻഹാൻസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലായിട്ട് ഇവരുടെ ഹോട്ടൽ ബിസിനസ് എൻഹാൻസ് ചെയ്യാനായിട്ട് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തു. മറൈൻ ഇലക്ട്രിക് കമ്പനി ഇവർക്ക് 76 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഗോദാവരി ബയോ റഫൈൻ കമ്പനി ഇവർക്കൊരു പേറ്റൻറ്റ് ജപ്പാനിൽ നിന്ന് ലഭിച്ചു. കമ്പനിയിൽ നിന്ന് 6% റാലിയും രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ US സ്റ്റോക്കുകൾ ആണല്ലോ ഇപ്പോൾ ട്രിഗറായിട്ട് വരുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും ഗ്ലോബലിൽ നിന്ന് നോക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ആസ് ഓഫ് നൗ നാസ്ഡാക്ക് ഫ്യൂച്ചറിൽ വലിയൊരു പോസിറ്റിവിറ്റി ഇല്ല. അസെഞ്ചറും എൻവിഡിയയും ഗൂഗിളും ആപ്പിളും മൈക്രോസോഫ്റ്റും ടെസ്ലയും ഇൻ്റലും നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെയുള്ള കമ്പനീസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലാണ് ഇപ്പോൾ നാസ്ഡാക്ക് സ്റ്റോക്കുകൾ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ Q1 റിസൾട്ട് ഇൻഫോസിസിൻ്റെയും TCSൻ്റെ ഉൾപ്പെടെയുള്ള ടെക് കമ്പനീസിൻ്റെ ആദ്യം വരും. നെക്സ്റ്റ് മന്ത് ലാസ്റ്റോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് പല ബാങ്കിങ് കമ്പനീസും അവരുടെ ബിസിനസ് റിപ്പോർട്ട് പുറത്തുവിടും. ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്ത് വരും. അപ്പോൾ അതനുസരിച്ചായിരിക്കാം നമ്മുടെ Q1 റിസൾട്ട്. ബിസിനസ് റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ തന്നെ അനലിസ്റ്റുകളെല്ലാം തന്നെ ഇതവണത്തെ Q1 റിസൾട്ടിൻ്റെ അവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അത്തരത്തിലായിരിക്കാം ഈ മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. കാരണം യുദ്ധം മാറി സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഓപ്പൺ ആയാൽ യുദ്ധം കാരണം ഉണ്ടായ ഒരു ഇടിവിന് ശമനം ഉണ്ടാവും. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ മറ്റുള്ള എക്കണോമിക് ഡേറ്റ വേണം. അങ്ങനെയുള്ളൊരു എക്കണോമിക് ഡേറ്റ ആയിരുന്നു നമ്മളുടെ ഇൻഫ്ലേഷൻ ഡേറ്റ. അത് മാർക്കറ്റിന് പ്രതികൂലമായിരുന്നു. പിന്നീട് വരാനുള്ളതാണ് ഏറ്റവും മേജറായിട്ടുള്ള Q1 റിസൾട്ട്. അത് മാർക്കറ്റിന് അനുകൂലമായേ പറ്റുള്ളൂ. അപ്പോൾ ബിസിനസ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വാച്ച് ചെയ്യുക. നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ന്യൂസ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കാണാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു.